ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രത്യേകിച്ച് ബഹുമാനരായ പ്രിയ മോഹൻ ഭാസ്കറേയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്ത് നമുക്ക് ദൈവ നാമത്തിന് മഹത്വം കൊടുക്കാം. ദൈവകൃപയാൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ റോമാലേഖനത്തിന്റെ 4 അധ്യായങ്ങൾ വളരെ ചുരുക്കമായി ചിന്തിപ്പാൻ ദൈവം അവിടുന്ന് കൃപ നൽകി. ഓരോ വാക്യങ്ങളും ഘനമേറിയതും വിശാലമായി ചിന്തിക്കേണ്ടതുമാണ്. ആശയങ്ങൾ ധാരാളമുള്ള വളരെ അർത്ഥവത്തായ അധ്യായങ്ങളാണ് കഴിഞ്ഞത്. തുടർന്നുള്ളതും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ അവ ഓരോ അധ്യായങ്ങൾ വീതം കഴിവുള്ളിടത്തോളം തീർക്കത്തക്ക രീതിയിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 6 ആഴ്ചയിലും ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. ഇന്ന് നമ്മൾ 5-ാം അധ്യായമാണ് ധ്യാനത്തിനായി പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. സ്തോത്രം. ഈ 5-ാം അധ്യായത്തില് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് 11 വാക്യങ്ങളിൽ എൻ്റെ അവലോകനത്തിൽ 11 കൂട്ടം ഫലങ്ങള് നീതീകരിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ആ ഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെ നീതീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറഞ്ഞത്. നീതീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പാപികളാണ് എല്ലാവരും എന്ന് സ്ഥാപിക്കുകയായിരുന്നു. 1-ന്റെ 18 മുതൽ 3-ന്റെ 20 വരെ. 3-ാം അധ്യായം 21 മുതൽ കഴിഞ്ഞ 4-ാം അധ്യായം 25 വരെ നീതീകരണ മാർഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് എങ്ങനെ നീതീകരണം ലഭിക്കും, അതിന്റെ വഴി എന്താണ് എന്നാണ് പറഞ്ഞത്. ഈ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീതീകരണത്തിന്റെ ഫലം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണത്തിന്റെ ഫലം എന്താണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇതുവരെയുള്ള സംബോധനകൾ പോലല്ല. ഇതുവരെ സംബോധന ചെയ്ത് നീയോ, മനുഷ്യ, അല്ലെങ്കിൽ അന്യനെ ഉപദേശിക്കുന്നവനെ എന്നൊക്കെയുള്ള പദങ്ങളാണ് സംബോധന ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ ഇവിടെ അത് മാറുക. ഇവിടെ അത് മാറിയിട്ട് നാം, നമുക്ക് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലേക്ക് മാറുകയാണ്. ഇപ്പൊ ഇതുവരെ നീതീകരണം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരെയാ ഹേ മനുഷ്യ, അന്യനെ ഉപദേശിക്കുന്നവൻ എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ നീതീകരണം പ്രാപിച്ചവരെ വിളിക്കുന്നത് നാം, നമുക്ക്. ആ സംബോധന തന്നെ അങ്ങ് മാറുകയാണ്. അപ്പൊ ഇവിടെ വിശ്വാസത്താലുള്ള നീതീകരണത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 11 കൂട്ടം കാര്യങ്ങൾ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. 1-ാമത്തെ ഫലം എന്ന് പറയുന്നത് ദൈവത്തോട് നീതീകരണം പ്രാപിച്ച ദൈവമക്കൾക്ക് സമാധാനമുണ്ട്. സമാധാനമുണ്ട്. ഇംഗ്ലീഷിൽ ആരംഭിക്കുന്നത് therefore എന്ന് പറഞ്ഞുകൊണ്ടാണ്, അഥവാ 3-ഉം 4-ഉം അതുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. 3-ഉം 4-ഉം അധ്യായങ്ങളുമായി therefore having been justified by faith എന്ന് തുടങ്ങുന്നിടത്ത് 3-ഉം 4-ഉം അധ്യായങ്ങളെ അത് കണക്ട് ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, മനുഷ്യരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അവരുടെ ഉള്ളിൽ സമാധാനമില്ല. ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ മറ്റുള്ളവനോടും എന്തില്ല, സമാധാനമില്ല. ഇപ്പൊ നമ്മള് തികഞ്ഞ ശാന്തത ഇരിക്കുമ്പോഴേ മറ്റുള്ളവരോട് നമുക്ക് സമാധാനമായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്നാല് മനുഷ്യന്റെ ഉള്ളിൽ സമാധാനമില്ല. അതുകൊണ്ട് അവന് മറ്റുള്ളവരോട് സമാധാനമില്ല. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ സഞ്ചരിക്കുന്ന ദ്വന്ദ്വയുദ്ധ കളരിയാണെന്ന്. സഞ്ചരിക്കുന്ന ദ്വന്ദ്വയുദ്ധ കളരിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രൂശ് മനുഷ്യന്റെ പാപവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ സമ്മേളിക്കുന്ന ഒരിടമാണ്. മനുഷ്യന്റെ പാപവും ദൈവത്തിന്റെ നീതിയും തമ്മിൽ സമ്മേളിക്കുന്ന ഇടമാണ് ക്രൂശ്. അവിടെ ശത്രുത നീങ്ങി നിരപ്പ് വരികയാണ്. അവിടെ സമാധാനം ഉണ്ടാകുകയാണ്. സ്തോത്രം. അവിടെ ദൈവത്തിന് നമ്മോടുള്ള, അല്ലെ നമുക്ക് ദൈവത്തോടുള്ള ശത്രുത മാറി. ശത്രുക്കൾ ആരായി മാറി? ക്രൂശിലൂടെ മക്കളായി മാറി.
അതുവരെ അന്യരായിരുന്ന നമ്മൾ സ്വന്തമായി മാറുകയാണ്. അപ്പൊ സമാധാനം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ല, അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നമുക്ക് ലഭിക്കുന്നത് റിലേഷൻഷിപ്പിലൂടെയാണ്. അപ്പൊ സമാധാനം എന്ന് പറയുന്നത് വെറും ഒരു ഫീലിംഗ് അല്ല, മറിച്ച് അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി ലഭിച്ചത് റിലേഷൻഷിപ്പിലൂടെയാണ്. എവിടെയാ റിലേഷൻഷിപ്പ് ആരംഭിച്ചത്? ക്രൂശിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ദൈവം ശത്രുക്കളായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിന്റെ രക്തം മൂലം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും നമ്മൾ മക്കളായി തീരുകയും ചെയ്തു. അവിടെ നമ്മുടെ ശത്രുത്വം മാറി, ഇല്ലേ? അവിടെ നിരപ്പുണ്ടായി, അവിടെ സമാധാനം ഉണ്ടായി. നമ്മള് കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നവൻ ക്രൂശിൽ സമാധാനം ഉണ്ടാക്കി എന്നാ വായിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് തന്നേച്ചു പോയ സമാധാനം. യേശു ക്രൂശിൽ കിടക്കുമ്പോ വസ്ത്രം മറ്റുള്ളവർക്ക് പകുത്തെടുക്കാൻ കൊടുത്തു. അമ്മയ്ക്ക് മകനെ കൊടുത്തു, യോഹന്നാന് അമ്മയെ നൽകി. നമുക്ക് നൽകിയത് സമാധാനമാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പോൾ പാപികളായിരുന്ന നമ്മൾ, ശത്രുക്കളായിരുന്ന നമ്മൾ ഇപ്പൊ മക്കളായപ്പോൾ നമുക്ക് ആ ശത്രുത മാറി, മറിച്ച് നീതീകരണം മൂലം എന്ത് ലഭിച്ചു? സമാധാനം ലഭിച്ചു. അപ്പൊ ഒന്നാമത്തെ ആശയം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മൂലം, അതാ ക്രൂശിലെ നിരപ്പ്, നമുക്ക് ദൈവത്തോട് എന്തോ ഉണ്ട്? സമാധാനമുണ്ട്. ക്രൂശിൽ യേശു മരിച്ചത് കൊണ്ട് പാപികളായ നമ്മൾ ക്രൂശിലൂടെ നീതീകരണം പ്രാപിച്ചത് കൊണ്ട്, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചത് കൊണ്ട് ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? സമാധാനം. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഇപ്പൊ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നാം കൃപയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നാം കൃപയിൽ നിൽക്കുന്നു. അപ്പൊ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഒരു ദൈവവൈതൽ ദൈവം മുമ്പാകെ നിൽക്കുന്നത് കൃപയാല. അല്ല പാപികളായ നമുക്ക് എങ്ങനെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയുക? ഒറ്റ പദമേ ഉള്ളൂ, കൃപയാൽ മാത്രം. ദൈവം നമ്മളോട്, മക്കളാണെങ്കിലും നമ്മളെ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ട പാപികളാണ് നമ്മൾ. സ്തോത്രം. പാപികളായിരുന്നു. പാപികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കൃപയാൽ രക്ഷിക്കപ്പെട്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ച ദൈവമക്കൾ കൃപയിൽ ഇപ്പൊ നിൽക്കുക. നീതീകരണം പ്രാപിച്ച ദൈവമക്കളുടെ അടുത്ത അനുഗ്രഹം എന്തുവാ? കൃപയിൽ ദൈവം മുമ്പാകെ നിൽക്കാൻ. നമുക്ക് ഈ കൃപയിലേക്ക് നിൽക്കാൻ, ഈ കൃപയിൽ നിൽക്കാൻ ദൈവം നമുക്ക് എന്ത് ചെയ്തു? കൃപ നൽകി. സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യത നമുക്കില്ല, നമ്മൾ പാപികളായിരുന്നു. എന്നാൽ കൃപയാൽ യേശുക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ഈ കൃപയിലേക്ക് നമുക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. പഴയ നിയമത്തിലെ, പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കൃപ എന്നുള്ള ഒരു പദത്തിന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പദം ഹെസഡ് എന്നുള്ള ഒരു പദമാണ്. പ്രത്യേകിച്ച് ഹോശേയ പ്രവചനത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ഹെസഡ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കരുണ, ദയ, മനസ്സലിവ്, ആർദ്രത എന്നീ അർത്ഥമാണ്. പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുള്ളത് കാരീസ് എന്നുള്ള ഒരു പദമാണ്. പക്ഷെ ഈ ഹെസഡും കാരീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹെസഡ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദയ തോന്നണമെങ്കിൽ അയോഗ്യത ഉണ്ടാകാൻ പാടില്ല. ആർദ്രത തോന്നണമെങ്കിൽ അയോഗ്യത തോന്നാൻ പാടില്ല. പക്ഷെ പുതിയ നിയമത്തിലെ കാരീസ് എന്നുള്ള പദത്തിന് അയോഗ്യനോട് പോലും കരുണ തോന്നുന്നതാണ് എന്ത്? കൃപയെന്ന് പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിലുള്ള ഹെസഡിനേക്കാൾ ഒരു പടിയൂടെ കടന്ന ഒരാഴമായ അർത്ഥമുള്ളതാണ് കൃപയെന്നുള്ള പദം. സ്തോത്രം. അതിനകത്ത് നമ്മുടെ മാർക്ക് അർദർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗാഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്ന. ദൈവത്തിന്റെ ധനം ക്രിസ്തുവിന്റെ ചെലവിൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? കൃപ എന്ന് പറയുന്നത്. ആ കൃപയുടെ ഓരോ പദങ്ങളും എടുത്ത് ജിക്ക് ഗാഡ്സ്, ആറിന് റിച്ചസ്, അറ്റ് എയ്ക്ക് അറ്റ്, സിക്ക് ക്രൈസ്റ്റ്,
എക്സ്പെൻസ്. ആ ഓരോ പദവും എടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഗാഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്നുള്ളത്. അപ്പൊ കർത്താവിന്റെ ചെലവിൽ, യേശു ക്രിസ്തുവിന്റെ ചെലവിൽ ദൈവത്തിന്റെ ധനം അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. അപ്പൊ മുമ്പ് നമ്മൾ പ്രതിക്കൂട്ടി നിൽക്കുകയായിരുന്നു, ശത്രുക്കളായിരുന്നു, പാപികളായിരുന്നു, അകന്നു നിന്നവരാ. എന്നാൽ ഇന്ന് നമ്മൾ കൃപയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ അവിടുത്തെ സമാധാനത്തോടെ നിൽക്കുന്ന അനുഭവമാണ് നീതീകരണം മൂലം നമുക്ക് രണ്ടാമത് ലഭിച്ച അനുഗ്രഹം. മൂന്നാമത്തെ അനുഗ്രഹം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ അനുഗ്രഹം, യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് എന്ത് കിട്ടി? പ്രവേശനം കിട്ടി. പ്രവേശനം എന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണെന്നറിയാവോ? പ്രോസ് അഗോഗെ എന്നുള്ളൊരു പദമാണ്. പ്രോസ് അഗോഗെ. അത് രാജസന്നിധിയിൽ ചെല്ലാനുള്ള പ്രത്യേക അനുവാദം, അല്ലെങ്കിൽ പവിത്രമായ ക്ഷേത്രത്തിലൊക്കെ പ്രവേശിപ്പാൻ, അതിപാവനമായ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനെ കുറിക്കുന്ന പദമാണ് പ്രവേശിക്കുക എന്ന് എഴുതിയിട്ടുള്ള പ്രോസ് അഗോഗെ എന്ന പദം. അല്ല അവിടെ ഇവിടെയൊക്കെ ചാടിക്കേറി പോകുന്നതിനെ ഉദ്ദേശിക്കുന്നതല്ല. അർഹതയല്ലാത്ത രാജസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ രാജാവ് അനുമതി നൽകുന്നത് പോലെ പവിത്രമായ ക്ഷേത്ര സന്നിധാനത്തിലേക്ക് പ്രവേശിപ്പാൻ അനുവാദം കിട്ടുന്നത് പോലെ ഉള്ള ഒരു പദമാണ്. ആ പദം ലോപിച്ചാണ് സീപോർട്ട് എന്നുള്ള പദം ഉണ്ടായത്. സീപോർട്ട് എന്നുള്ള പദം ഈ പ്രോസ് അഗോഗെ എന്നുള്ള പദത്തിൽ നിന്ന് ഉണ്ടായി. ഇപ്പൊ കടലിലെ തിരമാലകളിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കപ്പൽ, ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന കപ്പൽ, ആ തിരമാലകളെയൊക്കെ മാറി ശാന്തമായി തുറമുഖത്തെ നങ്കൂരം അടിച്ച് കിടക്കുന്നത് പോലെ, തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ അനുവാദം കിട്ടുന്നത് പോലെ, ഈ ലോകത്തിൽ പാപികളായി സമാധാനമില്ലാതെ ദൈവകൃപയില്ലാതെ അലഞ്ഞ നമുക്ക് ദൈവസന്നിധിയിലേക്ക് എന്തോ കിട്ടി? പ്രവേശനം കിട്ടി. സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് അനുവാദം കിട്ടി. ക്രിസ്തു മൂലം ശാശ്വത തുറമുഖമാവുന്ന കർത്താവിങ്കൽ അഭയം തേടാൻ നമുക്ക് അവസരം കിട്ടി. അപ്പൊ അവിടെ കിട്ടിയിട്ടുള്ളത്, മൂന്നാമത് ലഭിച്ചിട്ടുള്ളത്, നമുക്ക് യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ ദൈവസന്നിധിയിലേക്ക് എന്തുണ്ട്? പ്രവേശനം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. നാലാമത്തെ കാര്യം അതേ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. നാലാമത്തെ കാര്യം, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ശ്രദ്ധിക്കണേ, ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന് പറയുന്നത് ഭൂതകാല അനുഭവമായിട്ടാണ് പാസ്റ്റ് ടെൻസിലായി യൂസ് ചെയ്തിട്ടേക്കുന്നത്. കൃപയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് വർത്തകാല അനുഭവത്തിലാണ്, പ്രസന്റ് ടെൻസിലാണ്. എന്നാൽ ദൈവതേജസ്സിലേക്കുള്ള പ്രവേശനവും അതിൽ പ്രശംസിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുന്നത് ഭാവികാല അനുഭവമാണ്. സ്തോത്രം. അത് ഭാവികാല അനുഭവമാണ്. ഇപ്പൊ രക്ഷയുടെ 3 ഘട്ടങ്ങള് ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ ഘട്ടം നീതീകരണം. അപ്പൊ ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? സമാധാനം ലഭിച്ചു. 2, വിശുദ്ധീകരണം. ഇന്ന് നമ്മൾ കൃപയിൽ എന്ത് ചെയ്യുക? വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. നാളെ തേജസ്കരണമാണ്, അല്ലെ മഹുദ്ധീകരണമാണ്. അവിടെ ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുകയാണ്. അപ്പൊ 1 യോഹന്നാൻ 3:2 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ നമ്മളും ആകും. അത് നമ്മൾ അവനോട് ആരാകും? സദൃശന്മാരാകും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ ആദാമിനെ നോക്കിക്കേ, ദൈവതേജസ് ഉടുത്തവനായിരുന്നു, ഇല്ലേ? ദൈവതേജസ് ഉള്ളവനായിരുന്നു. പക്ഷെ ആദാമിന്റെ ദൈവതേജസ് നഷ്ടപ്പെട്ടു. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന, അല്ലെ ലഭിക്കുന്ന ദൈവതേജസ് നഷ്ടമാകുന്ന ദൈവതേജസ് അല്ല. നിത്യമായി ലഭിക്കുന്ന, നഷ്ടം ഭവിക്കാത്ത നിത്യതേജസ് നമ്മൾ എന്ത് ചെയ്യും? പ്രാപിക്കും. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. നമുക്കറിയാം, നേതാക്കന്മാരൊക്കെ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരും അതിന്റെ 7 അയൽപക്കത്ത് പോലും
അവരുടെ അടുക്കൽ എപ്പോഴും ചെല്ലണം കൈമണിയൊക്കെ കൊടുക്കാൻ. സൈമണി, ആത്മീയ കൈക്കൂലിക്ക് പറയുന്നത് സൈമണി എന്നാണല്ലോ. അപ്പൊ അത് കൊടുക്കാനായിട്ട് വേണേ ചെല്ലണം. പക്ഷെ അവരുടെ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കുകയില്ല. പക്ഷെ നമ്മുടെ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും വന്ന് ഇരുത്തും. നിങ്ങൾ എന്നോട് സദൃശന്മാരാകുമെന്ന് പറഞ്ഞ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. താൻ ഇരിക്കുന്നത് പോലെ നമ്മൾ അവനോട് സദൃശന്മാരാവും. അപ്പൊ ഇന്ന് നമ്മൾ കർത്താവിന്റെ അനുകാരികളാണ്. നാളെ നമ്മൾ കർത്താവിന്റെ അനുരൂപികളായി മാറും. കർത്താവിന്റെ സാദൃശ്യത്തോട് അനുകാരികളായ നമ്മൾ അനുരൂപരായി മാറും. അതാ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രത്യാശ എന്ന് പറയുന്ന പദത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് പദം എന്ന് പറയുന്നത് എൽപീസ് എന്ന് പറയുന്ന ഒരു പദമാണ്. അത് പ്രതീക്ഷിക്കുക, ആശിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ കാത്തിരിക്കുന്ന കാര്യം നടക്കുമെന്ന് 100% ഉറപ്പുള്ള പ്രത്യാശയ്ക്കാണ് ആ പദം ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞാൻ ആശിക്കുന്നു എന്നുള്ള വെറും ഒരു നിങ്ങൾ എനിക്ക് അവസരം തരുമെന്ന് ഞാൻ ആശിക്കുന്നു അല്ലെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു പദമല്ല. 100% ഉറപ്പുള്ള പ്രത്യാശയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എൽപീസ് എന്ന് പറയുന്ന ആ പദം. അപ്പൊ നാലാമത് നമ്മൾ ഇവിടെ കണ്ടു, നമ്മൾ ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് അങ്ങനെ പ്രത്യാശിക്കാൻ കഴിയുന്നത് നമുക്ക് ദൈവത്തോട് നീതീകരണം ലഭിച്ചത് കൊണ്ടാണ്. അഞ്ചാമത് അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അത് തന്നെയല്ല 3:4 അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും എന്ത് ചെയ്യുന്നു? പ്രത്യാശിക്കും. 5-ാമത്തെ കാര്യം, നാം കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നുള്ളതാണ് 5-ാമത്തെ കാര്യം. നോക്കുക, ഒരു ദൈവവൈതൽ ഭാവികാല പ്രത്യാശയിൽ മാത്രം പ്രശംസിക്കുന്നവനല്ല, പിന്നെ കഷ്ടങ്ങളിലും എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ഇവിടെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രശംസിക്കുന്ന 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത് ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു, വാക്യം 2. ഇവിടെ കഷ്ടത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. വാക്യം 11 നമ്മള് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. അപ്പൊ ഒരു ദൈവത്തിന്റെ പ്രശംസ നോക്കിക്കേ. പൗലോസ് പറഞ്ഞതുപോലെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്ക് ഒന്നുമില്ല. അവന് വരാൻ പോകുന്ന തേജസ്സിൽ പ്രശംസിക്കുന്നു, കഷ്ടങ്ങളിലും എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. യഥാർത്ഥത്തിൽ തേജസ്സിന്റെ വിപരീത ഫലമാണ് കഷ്ടം എന്ന് പറയുന്നത്, ഇല്ലേ? രണ്ടും ഒന്ന് താഴെ കിടക്കുന്നതും മറ്റൊന്ന് ഉന്നതമായതുമാണ്. സ്തോത്രം. ഇത് രണ്ടിലും ഒരു ദൈവത്തിൽ എന്ത് ചെയ്യുക? പ്രശംസിക്കുക. നമ്മള് മുൻ അധ്യായങ്ങളിൽ കണ്ടു യഹൂദന്മാരുടെ പ്രശംസ. ഒന്ന്, പരിച്ഛേദനയിൽ അവർ പ്രശംസിച്ചു, ന്യായപ്രമാണത്തിൽ അവർ പ്രശംസിച്ചു, ദൈവത്തിൽ അവർ പ്രശംസിച്ചില്ലേ? അബ്രഹാം പിതാവുണ്ടെന്ന് പറഞ്ഞ പ്രതിത്വത്തിൽ പ്രശംസിച്ചു. എന്നാല് നീതീകരണം ലഭിച്ച് നമ്മൾ ദൈവമക്കളായി മാറി. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കഷ്ടമില്ലെന്നല്ല. ലോകത്ത് നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ എന്ത് ചെയ്തു? ജയിച്ചിരിക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞു. അപ്പൊ ഈ പ്രത്യാശയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാ കഷ്ടത. പ്രത്യാശയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് കഷ്ടത. പക്ഷെ ആ കഷ്ടത വരുമ്പോ പ്രത്യാശ കുറഞ്ഞു പോവുകയല്ല, പിന്നെയോ പ്രത്യാശ എന്ത് ചെയ്യുക? വർദ്ധിക്കുക. പ്രത്യാശ കഷ്ടങ്ങളുടെ മധ്യത്തിൽ വർദ്ധിക്കുക ചെയ്യുന്നു. നമുക്കറിയാം, ഈ യുദ്ധത്തിന് പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇല്ലേ? എനിക്ക് ഇരുന്ന ഒരു സഭയിലെ ഒരപ്പച്ചനുണ്ടായിരുന്നു. കാർഗിലിലൊക്കെ പുള്ളി വണ്ടി ഓടിച്ച് നടന്ന ആളാ. ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയും, പ്രിയപ്പെട്ടവര്, ഞാൻ കാർഗിലിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, വലിയ കൊക്കയാ, അങ്ങോട്ട് പോകേണ്ടതാണ്, എന്നാൽ ദൈവം എന്നെ രക്ഷിച്ചു, ഇവിടെ വന്ന് എനിക്ക് വണ്ടി ട്രാൻസ്പോർട്ട് ജോലി കിട്ടി, 2 പെൻഷൻ മേടിക്കാൻ കൃപ നൽകി,
എന്നിട്ട് അദ്ദേഹം കാർഗിലിനെ കുറിച്ച് ഒരു കൊച്ചു വിവരണം പറയും. എന്നാന്നറിയാവോ, ഈ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ചില മൂശാട്ട സ്വഭാവം ഉള്ളതുകൊണ്ട് വീട്ടിലൊന്നും വലിയ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതിഥികളായി വന്നവരുടെ മധ്യത്തിൽ ഞാൻ കാർഗിൽ യുദ്ധപോരാളിയാണെന്നും ഇവിടുത്തെ ജോലിക്കാരനൊക്കെ അറിയിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ നിന്ന സമയമില്ലെന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് കാർഗിലിലെ യുദ്ധത്തെ കുറിച്ച് പറയുന്നു. ഇതുപോലെ മുറിവേറ്റ ഒരു പടയാളി തൻ്റെ വടുക്കളെ കണ്ട് പ്രത്യാശിക്കുന്ന പോലെ. അതായത് നോക്കിക്കേ, ഞാനും കാർഗിൽ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു, അന്ന് വെടിയുണ്ട ഏറ്റതാ എൻ്റെ ചെവിയിലെ മുറിവ് എന്നൊക്കെ കാണിക്കുന്നത് പോലെ ഒരു ദൈവ വൈതൽ കഷ്ടങ്ങളിലും എന്ത് ചെയ്യുക? പ്രശംസിക്കുക. ഒരു ദൈവ വൈതൽ കഷ്ടങ്ങളിലും അവൻ എന്ത് ചെയ്യുക? പ്രശംസിക്കുക. ഈ കഷ്ടത നമ്മെ സഹിഷ്ണുത പഠിപ്പിക്കും. മോശയുടെ ഉദാഹരണം എടുത്താൽ മതി. കൊട്ടാരത്തിലായിരുന്ന പ്രിയപ്പെട്ടവൻ 40 വർഷം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈയെടുത്ത് അടിച്ചു കൊല്ലുന്നവൻ 40 വർഷം മരുഭൂമിയിലായിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ദൈവം ഈ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ അവനെ കുറിച്ച് എഴുതുന്നത് എന്താണെന്നറിയാം? മോശയെ പോലെ സൗമ്യതയുള്ളവൻ വേറെ ആരുമില്ലെന്ന്. ഈ കഷ്ടത എന്ത് പഠിപ്പിച്ചു? സഹിഷ്ണുത പഠിപ്പിച്ചു. സഹിഷ്ണുത എന്ത് ഉളവാക്കി? സിദ്ധത ഉളവാക്കി. കഷ്ടതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ടിപ്ലീസ് എന്നുള്ളൊരു പദമാണ്. അതിന്റെ ലാറ്റിൻ പദമാണ് ട്രിബുലൂൺ. ട്രിബുലം എന്ന് പദമാണ്. അത് ഈ ധ്യാനമൊക്കെ മെതിക്കാൻ ഉപയോഗിക്കുന്ന വലിയ തടിക്ക പറയുന്ന ഒരു പദം കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ധ്യാനങ്ങൾ അതിൻ്റെ കതിരിൽ നിന്ന് വേർതിരിച്ച് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ അടിക്കാൻ ഉപയോഗിക്കുന്ന ആ തടിക്ക് ഉപയോഗിക്കുന്ന പദമാണ്. കഷ്ടത സമ്മർദ്ദം ഉളവാക്കുമ്പോൾ എന്ത് ചെയ്യുക? ധ്യാനത്തിൽ നിന്ന് മണികളും മങ്കും മാറിപ്പോകുന്നത് പോലെ നമുക്ക് മണികൾ കച്ചിയിൽ നിന്ന് വേർപെടുത്താൻ ഉപയോഗിക്കുന്നത് പോലെ കഷ്ടത നമ്മളേക്ക് സഹിഷ്ണുതയിലേക്ക് നയിക്കുക. സഹിഷ്ണുത എന്ത് ചെയ്യുക? സിദ്ധത ഉളവാക്കുക. സിദ്ധത നമുക്ക് പ്രത്യാശ ഉളവാക്കുക. ഞാനതിനെ പറയാറുണ്ട്. ഈ സഹിഷ്ണുതയ്ക്ക് ഉപ്പമോനെ എന്നുള്ള പദവും സിദ്ധതയ്ക്ക് ഡോക്യുമേ എന്നുള്ള പദമൊക്കെയാണ്. ഓട്ടെ, ഞാൻ അതിനൊരു കൊച്ചു കഥ സാധാരണ പറയാറുണ്ട്. നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന പിള്ളേര് വീട്ടിൽ നിന്ന് ദൂരെ പഠിക്കാൻ പോകും. അപ്പൊ 1-ാം വർഷം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ സീനിയേഴ്സൊക്കെ ചെറിയ റാഗിങ് ഒക്കെ തുടങ്ങുമ്പോൾ അമ്മയോട് വിളിച്ചു പറയും, അമ്മേ ഞാൻ അങ്ങ് വരിക. ഉടനെ അമ്മ പറയും, മോനെ ലോൺ എടുത്താടി പഠിപ്പിക്കുന്നത്, പിള്ളേർ കഷ്ടത, അയ്യോ എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, അമ്മയുടെ സംബന്ധിക്ക് എന്തോ ഒരു രുചിയായിരുന്നു, ഞാൻ അങ്ങ് വരിക. ഇവിടെ ആണേല് അയ്യോ പുകയെ അതും ഇതുമൊക്കെ ആകെപ്പാടെ ഞാൻ പുകഞ്ഞു പോകുക, ഞാൻ അങ്ങ് വരിക. മോളെ അങ്ങനെയല്ലടി അവിടെ നിൽക്കുന്നൊക്കെ പറയും. 1 വർഷമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഈ കഷ്ടതയൊക്കെ മാറി സഹിഷ്ണുതയൊക്കെ ആയി. കുഴപ്പമില്ലമ്മേ ഞാൻ അങ്ങ് നിൽക്കാം, ഞാൻ ഇനി മാസത്തിൽ ഒരിക്കലേ വരുന്നുള്ളൂ എന്നൊക്കെ പറയും. ചുരുള കഴിഞ്ഞ് അവളെ സീനിയർ ആയി കഴിഞ്ഞ് മറ്റു പിള്ളേരെ റാഗിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി സിദ്ധത ഉളവാകും. കുഴപ്പമൊന്നുമില്ല, ഇനി 1 വർഷം കൂടെ പഠിച്ചാൽ മതിയല്ലോ എന്ന് പറയും. അപ്പൊ അവസാനമാകുമ്പോഴത്തേക്ക് പരീക്ഷയുടെ അവസാന റിസൾട്ട് ഒക്കെ വരാറാകുമ്പോഴത്തേക്ക് പ്രത്യാശ വർദ്ധിക്കുക. ഇത്രയും നാളും ഞാൻ പഠിച്ചു ഇനിയിപ്പോ എനിക്ക് എന്തോ കിട്ടും? ശമ്പളം കിട്ടുക, ശമ്പളം കിട്ടാൻ പോവുക. അപ്പൊ ഇതുപോലെയാ ഒരു ദൈവവൈതലും. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോ അയ്യോ പത്തോ എന്നൊക്കെ ഉള്ള വിളിയാ. എൻ്റെ കർത്താവേ, കുറെ കഷ്ടം സഹിച്ചു കഴിയുമ്പോൾ അത് നമ്മളെ സഹിഷ്ണുതയിലേക്ക് നയിക്കും. സഹിഷ്ണുത സിദ്ധത ഉളവാകും. സിദ്ധതയ്ക്ക് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദം എന്ന് പറയുന്നത് ഈ കലപ്പ വെച്ച കാളയുടെയൊക്കെ കഴുത്തേൽ ഉണ്ടാകുന്ന തഴമ്പുണ്ടല്ലോ, ആദ്യം വെക്കുമ്പോ എന്തോ ഒരു വേദനയാ, കുറെ കഴിയുമ്പോൾ തഴമ്പാവും. ഇതുപോലെ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത എന്തിനെ ഉളവാക്കുന്നു? പ്രത്യാശയെ ഉളവാക്കുമെന്ന് അറിഞ്ഞ് നമ്മൾ കഷ്ടങ്ങളിലും എന്ത് ചെയ്യുക? പ്രശംസിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടം നിത്യമായിട്ടുള്ളതല്ല, മറിച്ച് അത് മാറും. അത് താൽക്കാലികമാണ്, ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. അത് മാറും. നമ്മൾ പ്രത്യാശയുടെ ആ തീരത്തണയും, നമ്മുടെ അരുമനാഥനെ കാണും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തിന് ഒരു നിമിഷം മഹത്വം കൊടുത്താണ്. സ്തോത്രം. അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രത്യാശയ്ക്ക് എന്ത് വരുന്നില്ല? ഭംഗം വരുന്നില്ല. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഒരു പരിഭാഷയിൽ എഴുതിയിട്ടുള്ളത് പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ലെന്ന്. പ്രത്യാശ നമ്മെ ഒരിക്കലും
നിരാശയാക്കുന്നില്ല. ഈ കഷ്ടത മധ്യേ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ആ ആ ഉറപ്പ് മൂലം. സ്തോത്രം. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുന്നത് നമ്മെ സ്നേഹിച്ച സ്നേഹവാനായ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള പ്രത്യാശ നിമിത്തം, ആ സ്നേഹത്തെക്കുറിച്ചുള്ള ഉറപ്പ് നിമിത്തം. സ്നേഹം തന്ന് വീണ്ടെടുത്ത കർത്താവ് നന്മ മാത്രമേ ചെയ്യുള്ളൂ. തന്റെ കുറുമ്പ്രാവിനെ കുറുനരികൾക്കോ ദോഷമുള്ള മൃഗങ്ങൾക്കോ ഏൽപ്പിച്ചു കൊടുക്കയില്ലെന്ന് വായിക്കുന്ന അതേ നമ്മള് ആ ചിന്ത നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ വായിച്ചിട്ടുള്ളത് പോലെ എൻ്റെ അരുമനാഥൻ എന്നെ തള്ളിക്കളയത്തില്ല, നന്മ മാത്രമേ ചെയ്യുള്ളൂ എന്ന ഉറപ്പ്, ആ സ്നേഹത്തിന്റെ ഉറപ്പാണ് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുന്നത്. സ്തോത്രം. ഈ ഉറപ്പ് എങ്ങനെയാ നമുക്ക് കിട്ടിയത്? അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. സ്തോത്രം. ദൈവസ്നേഹം ഉറപ്പാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ പുസ്തകത്തിലുള്ള ആദ്യ പരാമർശമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് 8ാം അധ്യായത്തിലൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ആദ്യം ഈ റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ആദ്യ പരാമർശമാണ് 5ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം, ആ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നു? പകർന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന, നീതീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്, എത്ര കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും പ്രത്യാശയ്ക്ക് എന്ത് വരുന്നില്ല? ഭംഗം വരുന്നില്ല. 7ാമത്തെ കാര്യം, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. സ്തോത്രം. അപ്പൊ കഴിഞ്ഞ കാല ജീവിതം മാറി. ഇപ്പൊ നമ്മൾ എവിടെയാ? കൃപയില. ആ കൃപയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അതോടൊപ്പം തന്നെ ഭാവികാല പ്രത്യാശയും നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ആ പ്രത്യാശയുടെ ഉറവിടം എന്താണ്? ദൈവസ്നേഹം. ആ പ്രത്യാശയുടെ ഉറവിടം എന്താ? ദൈവസ്നേഹം. ആ സ്നേഹം എങ്ങനെ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. നോക്കണേ, 1ാം വാക്യത്തിൽ ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന് കണ്ടില്ലേ? 2ാം വാക്യത്തിൽ സന്തോഷം നമ്മൾ കണ്ടു ഇല്ലേ? ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുന്നു, അല്ലെ സന്തോഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഈ 5ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളതാണ്. അപ്പൊ സമാധാനവും സന്തോഷവും സ്നേഹവും, ഇത് 3 ആത്മാവിന്റെ ഫലമാണ്. നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ ആത്മാവിന്റെ ഫലങ്ങള് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളെ എന്ത് ചെയ്യുക? പിടിച്ചു നിർത്തുക. സ്തോത്രം. ഈ പകർന്നിരിക്കുന്നു എന്നുള്ള പദം ഇവിടെ കൊടുത്തേക്കുന്നത് എക്സിയോ എന്നുള്ള ഒരു ഗ്രീക്ക് പദം. അത് ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് പദമാണ്. എന്ന് പറഞ്ഞാല് നമുക്ക് അത് പകർന്നുകൊണ്ടേയിരിക്കുക. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുക? പകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഭംഗം വരാത്ത പ്രത്യാശ നമുക്കുള്ളത്. അതുകൊണ്ടാണ് കഷ്ടങ്ങളിൽ നമ്മൾ തകർന്നു പോകാത്തത്. കഷ്ടങ്ങളിലും നമ്മൾ സന്തോഷിക്കുന്നതിന്റെ കാരണം ഈ സ്നേഹം നമ്മളിൽ പകർന്നുകൊണ്ടേയിരിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം എന്ത് ചെയ്യുക? പകർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ ചില വേദനയും ദുഃഖവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്, അയ്യമ്പളിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ കാന്തനോടുള്ള സ്നേഹം കുറഞ്ഞു പോകാതിരുന്നത് അത് പകർന്നുകൊണ്ടേയിരുന്നത് കൊണ്ടാണ്. സ്തോത്രം. ആ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നു? പകർന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ രക്ഷയിൽ ത്രിയേകനായ ദൈവത്തിന്റെ കാര്യപരിപാടി നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തോട് നമുക്ക് നിരപ്പ് വന്നു. അത് പുത്രന്റെ മരണത്തിലൂടെയാണ്. ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ പകർന്നിരിക്കുന്നു.
ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടല്ലേ? മനുഷ്യന്റെ സ്നേഹത്തിന്റെ ഏറ്റവും ആഴം എവിടെയാണെന്നറിയാവും? സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുക. എന്നാൽ 6, 7, 8 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ, നമ്മൾ അഭക്തരായിരുന്നപ്പോൾ, നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. അപ്പൊ മനുഷ്യൻ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുമ്പോൾ പാപികളും ശത്രുക്കളും അഭക്തരും പാപികളുമായ നമുക്ക് വേണ്ടി ദൈവം തന്റെ സ്നേഹം എന്ത് ചെയ്തു? ക്രൂശിൽ പ്രദർശിപ്പിച്ചു. 8ാമത്തെ കാര്യം 9ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 8ാമത്തെ കാര്യം, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? നീതീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് രക്ഷയുണ്ട്. അപ്പൊ ഒന്ന്, ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം ക്ഷമിച്ചു എന്നുള്ളതാണ്. അപ്പൊ ദൈവം കോപത്തിലായിരുന്നു, നമ്മൾ നീതീകരണം പ്രാപിച്ചപ്പോൾ ദൈവകോപം മാറി, ശത്രുത മാറി, നമ്മൾ മക്കളായി. വരുവാനുള്ള കോപം എന്ന് പറയുന്നത് ന്യായവിധിയെ കുറിക്കുന്നതാണ്. ഭാവി കാലത്ത് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിക്കുന്നതാണ്. മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടും കോപം എന്ന് പറഞ്ഞേക്കുമ്പോൾ, ഒന്ന് ശത്രുക്കളായിരുന്നപ്പോൾ ഉണ്ടാകുന്ന കോപമാണ്, ഇവിടെ ന്യായവിധിയെ കുറിക്കുന്നതാണ്. അപ്പൊ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നമുക്ക് എന്തോ കിട്ടി? രക്ഷ കിട്ടി, നീതീകരണത്തിലൂടെ. 9ാമത്തെ കാര്യം, ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? നിരപ്പുണ്ട്. 10ാം വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് എന്ത് കിട്ടി? നിരപ്പ് കിട്ടി. അപ്പൊ 9ാമത്തെ അനുഗ്രഹം, ക്രിസ്തുവിൽ കൂടെ മനുഷ്യൻ ദൈവം എന്നുള്ള ബന്ധം മാറി, മക്കളും പിതാവെന്നുള്ള ബന്ധമായി. ക്രൂശിൽ യേശു മരിച്ചതിലൂടെ ശത്രുക്കളായിരുന്ന നമ്മൾ ആരായി? മക്കളായി, നിരപ്പ് പ്രാപിച്ചു. ഈ നിരപ്പിന്റെ വചനം ആരെ ഏൽപ്പിച്ചേക്കുക? നമ്മെ ഏൽപ്പിച്ചേക്കുക. ക്രൂശിലുള്ള നിരപ്പിന്റെ ശുശ്രൂഷ നിരന്ന പ്രിയപ്പെട്ടവർക്ക് ഏൽപ്പിച്ചിരിക്കുക. അതാ കൊരിന്ത്യലേഖനം 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം ഞങ്ങൾക്ക് പകർന്നിരിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിപ്പുണ്ട്. ഇപ്പൊ ശത്രുത മാറി, നമ്മൾ രമ്യതയിലായി, നമ്മളും ദൈവവുമായി നിരപ്പായി. ആ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നമ്മെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുക? ഏൽപ്പിച്ചിരിക്കുക. നിരന്നവരുടെ ഡ്യൂട്ടിയാണ് നിരക്കാത്തവരെ ദൈവത്തോടെ നിരപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി. അതിന്റെ അർത്ഥം സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുക. ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക. ക്രൂശിൽ ഉണ്ടാക്കിയ നിരപ്പിനെ കുറിച്ച്, വഴിയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക. ഞാൻ സ്പീഡിലാണ് പോകുന്നത്. 11ാമത്തെ കാര്യം, 10ാമത്തെ കാര്യം, അതിലെ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തോട് നിരന്നു വന്നുവെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ എത്ര അധികമായിട്ട് എന്ത് ചെയ്യും? അവിടെ ജീവനിലുള്ള സമർത്ഥമായ രക്ഷ നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്. ഇന്ന് പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? രക്ഷ പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. നാളെ നമ്മൾ രക്ഷ പ്രാപിക്കാൻ പോകുന്നത് എന്തുവാ? പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്. മനസ്സിലാവും? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ആത്മരക്ഷ, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ദേഹിയുടെ രക്ഷ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ ഈ പാപമുള്ള ലോകത്തോട് നമ്മ എന്നേക്കുമായി ടാറ്റ പറയും. സ്വർഗത്തിൽ എന്തോ ഇല്ല, കണ്ണുനീരുമില്ല, പാപവും ഇല്ല, ഒന്നുമില്ല. സ്വാധീനം പോലും മാറും. ഇന്ന് സ്വാധീനമുണ്ടില്ലേ? എത്ര വിശുദ്ധനാണെങ്കിലും പാപം ചെയ്യാനുള്ള സ്വാധീനം പാപത്തിനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സ്വാധീനം ചെലുത്തുന്ന, പാപം നമ്മെ ആകർഷിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് യോസഫിനെ പോലെ പാപം വിട്ട് ഓടാൻ നമുക്ക് കഴിയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്.
അപ്പൊ ശത്രുക്കളായിരുന്ന നമുക്ക് നീതീകരണം ലഭിച്ചു, പാപികളായ നമുക്ക് നീതീകരണം ലഭിച്ചു, ശത്രുക്കളായിരുന്ന നമുക്ക് നിരപ്പ് ലഭിച്ചു, കോപപാത്രങ്ങളായ നമുക്ക് രക്ഷ കിട്ടി, മരണവിധേയരായിരുന്ന നമ്മളിൽ നിന്ന് മരണം മാറി ജീവൻ എന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് സമർത്ഥമായ ജീവൻ നമ്മുടെ മേൽ ദൈവം പകരുന്നു. 11ാമത്തെ കാര്യം, നാം ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. എന്തുകൊണ്ടാ ഞാന് ദൈവത്തിൽ പ്രശംസിക്കുന്നത്? ദൈവം എല്ലാവരുടെയും ദൈവം പോലല്ല. നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കത്തക്ക രീതിയിൽ പുത്രത്വത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ പകർന്നിരിക്കുന്നു. അത് ലോകക്കാർക്ക് വേണേ പിതാവേ എന്നൊക്കെ വിളിച്ചോ, പക്ഷെ നിങ്ങൾ വിളിക്കുന്ന പോലല്ല ഞങ്ങൾ ദൈവത്തെ വിളിക്കുന്നത്. അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. ദൈവവും ഞങ്ങളും തമ്മിലുള്ള ബന്ധം സൃഷ്ടിതാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമല്ല, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. പൗലോസ് പറയുന്ന പോലെ, ഞാനിപ്പോ ക്രൂശിൽ ബന്ധിക്കപ്പെട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ക്രൂശിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. നമുക്കൊരു പാട്ട് തന്നെ ഉണ്ടല്ലോ, എനിക്ക് പാട്ടും പ്രശംസയും കർത്താവാണെന്നുള്ള പാട്ടുണ്ടല്ലോ. അതുപോലെ നമ്മൾ ദൈവത്തിൽ എന്ത് ചെയ്യുക? പ്രശംസിക്കുക. അപ്പൊ ഇവിടെ 11 കൂട്ടം നീതീകരിക്കപ്പെട്ടവർക്കുള്ള അനുഗ്രഹമാണ് നമ്മൾ വായിച്ചത്. 1-ാം വാക്യത്തിൽ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. 2-ാം വാക്യത്തിൽ നാം കൃപയിൽ നിൽക്കുന്നു. അതെ, 2-ാം വാക്യത്തിന്റെ ബി പാർട്ടിൽ യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. 4-ാമത് ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. 5-ാമത് അതിന്റെ 4-ാം വാക്യത്തിൽ കഷ്ടങ്ങളിലും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. 6-ാമത് നമുക്കുള്ള 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, നമുക്കുള്ള പ്രത്യാശ ഭംഗം വരാത്ത പ്രത്യാശയാണ്. 7-ാമത് പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. 8-ാമത് വരുവാനുള്ള കോപത്തിൽ നിന്ന് അഥവാ ന്യായവിധിയിൽ നിന്ന് നമുക്ക് നീതീകരണത്തിലൂടെ രക്ഷ ലഭിച്ചിരിക്കുന്നു. 9-ാമത് ദൈവത്തോട് നമുക്ക് നിരപ്പുണ്ട്. 10-ാമത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന രക്ഷ ജീവനുള്ള സമർത്ഥമായ രക്ഷയാണ്. എന്നുവെച്ചാൽ ഓരോ ദിവസം കഴിയുന്തോറും അപൂർണ രക്ഷയിലേക്ക്, വിശ്വാസത്താൽ ഉള്ള അനന്തമായ രക്ഷയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 11-ാമത്തെ കാര്യം, നാം ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ഇത്രയും നമ്മൾ ചിന്തിച്ചത് നീതീകരിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്കുള്ള അനുഗ്രഹമാണ്, അഥവാ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഭാഗ്യകരമായ പദവികളും അനുഗ്രഹങ്ങളുമാണ്. ഇനിയും നമ്മൾ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുക. എല്ലാം പൂർത്തീകരിക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോകാവുന്നിടത്തോളം സ്പീഡിൽ നമുക്ക് പോകാം. 12 മുതൽ 21 വരെ ഇവിടെ ആദാം ക്രൈസ്റ്റ് താരതമ്യ, ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നമ്മളിവിടെ കൂടുതലും വായിക്കുന്നത്. നമ്മൾ കൂലങ്കഷമായി പഠിക്കുമ്പോൾ, ആഴത്തിൽ പഠിക്കുമ്പോൾ ആദാമിനെയും ക്രിസ്തുവിനെയും 2 ചേരിയിൽ നിർത്തിക്കൊണ്ട് എ എന്നും ബി എന്നും തിരിച്ചതുപോലെ തിരിച്ച് ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പിലുള്ള ഭാഗങ്ങളിൽ എന്താ നമ്മൾ ചിന്തിച്ചത്? ഒന്നാമത്, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും ആരാ? പാപികൾ. എല്ലാവരും പാപികളായി മാറി. പക്ഷേ യേശുക്രിസ്തുവിലൂടെ ഏത് പാപിക്കും എന്തോ കിട്ടും? നീതീകരണം കിട്ടും. ദൈവത്തോട് അടുക്കാൻ പറ്റും. എങ്ങനെ പറ്റും? യേശുക്രിസ്തുവിനോടുള്ള നീതീകരണം പ്രാപിച്ച്. അപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെ, ഒരാൾ മരിച്ചാൽ, ഒരാളുടെ മരണം കൊണ്ട് എല്ലാവർക്കും നീതീകരണം കിട്ടുമോ? ചോദ്യം ഉയരാ അല്ലേ? ഒരാൾ മരിച്ചാൽ എല്ലാവരും എങ്ങനെ രക്ഷിക്കപ്പെടുന്നേ? അത് സാർവത്രികമായ രക്ഷയാണോ? അതെങ്ങനാ പ്രാപിക്കാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ ഞാൻ പറയാം. യേശുക്രിസ്തുവിനോട് ഏത് പാപിക്കും എന്തുണ്ട്? രക്ഷയുണ്ട്. ഏത് പാപിക്കും കിട്ടുമോ? ഒരാടെ മരണം നിമിത്തം എല്ലാവർക്കും രക്ഷ കിട്ടുമോ? യവനനും യഹൂദനും ബർബരനും ശകനും സ്ത്രീക്കും പുരുഷനും
എല്ലാം രക്ഷ കിട്ടും, ഒറ്റ ഒരാളുടെ മരണത്താൽ. അതെങ്ങനെയാ കിട്ടുന്നത്? അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് പൗലോസ് ഇവിടെ കടക്കുകയാണ്. നമ്മൾ നോക്കണേ, ഈ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏക മനുഷ്യൻ അഥവാ ഏകൻ എന്ന പ്രയോഗം 11 പ്രാവശ്യം കാണുന്നുണ്ട്. ഏക മനുഷ്യനാൽ, ഏകനാൽ എന്ന പ്രയോഗം, എന്ന പദം 11 പ്രാവശ്യം കാണുന്നുണ്ട്. ഇത് ആദാമിനെ കുറിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിക്കാനും എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കേ, വാണു എന്നുള്ള പദം, വാണു, റെയിൻ എന്നുള്ള പദം 5 പ്രാവശ്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 പ്രാവശ്യം വായിക്കുന്ന മറ്റൊരു പദമാണ് ഏറ്റവും അധികം, ഏറ്റവും അധികം, ഏറ്റവും അധികം എന്നുള്ളൊരു പദം. അപ്പൊ അന്നത്തെ കാലത്ത് യഹൂദ റബിമാരുടെ ഇടയില് ആദാമിനെയും മശിഹായെയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ഉണ്ടായിരുന്നു. ആദാം വരും, ആദാമിലൂടെ നഷ്ടമായത് എന്ത്, മശിഹായിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ത് എന്നൊക്കെ ഉള്ള ഒരു താരതമ്യ പഠനം ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, ഈ അന്ത്യകാല ശാസ്ത്രം പഠിക്കുമ്പോൾ വായി തോന്നുന്നതൊക്കെ വ്യാഖ്യാനിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. സ്വർഗത്തിൽ ഒരാൾക്ക് ഇത്ര ഏക്കർ ഭൂമി കിട്ടും, അവിടെ നമുക്ക് ഇത്ര കിലോ സ്വർണം വീതം കിട്ടുമെന്നൊക്കെ ആവേശത്താൽ പറയുന്ന ഒത്തിരി പേരുണ്ട്. സ്വർഗത്തിലെ ഭൂമി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ ഏക്കർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മളാരും അവിടെ പോയി കണ്ടിട്ടില്ല. മനുഷ്യർക്ക് ആർക്കും വിവരിക്കാനാവാത്ത രീതിയിലുള്ള അതിമനോഹരവും ശ്രേഷ്ഠമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ആവേശം കൂടാൻ പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്റെ കാലിലെ കടുക്കനെ ഉപേക്ഷിച്ചിട്ടുള്ളൂ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തങ്കത്തിരുവേദിലൂടെ നിനക്ക് ഇത്ര കിലോ സ്വർണം കിട്ടുമെന്നൊക്കെ ആവേശഭരിതരാക്കാൻ പ്രസംഗിക്കുന്നത് പോലെ യഹൂദ റബിമാരും എന്ത് ചെയ്യുമെന്നറിയാമോ? മശിഹാ വരുമ്പോൾ പാലും തേനും ഒഴുകും, ഒത്തിരി കാര്യങ്ങൾ അങ്ങ് താരതമ്യം ചെയ്യുമായിരുന്നു. ആദാം ഏതെങ്കിലും അനുഭവിച്ചതിനേക്കാൾ ഇന്ന അനുഗ്രഹങ്ങൾ കൂടുതലാണെന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഈ താരതമ്യ പഠനം ആരും അറിഞ്ഞിട്ടുണ്ട്? നമ്മുടെ പൗലോസും പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചോണ്ട് ഇവിടെ അതേ രീതിയിൽ ആദാമിനെയും യേശുവിനെയും യഥാർത്ഥമായ രീതിയിൽ, പൊങ്ങച്ചം പറയുകയല്ല, പിന്നെ മുമ്പേ റവിമാര് പഠിപ്പിക്കുന്ന പോലെ അല്ല, താരതമ്യം ചെയ്ത് പഠിപ്പിക്കുകയാണ് അദ്ദേഹം ഇവിടെ. ആ പഠനം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ അഞ്ച് കൂട്ടം കാര്യങ്ങൾ ഞാൻ പൊതുവിൽ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന്, 2 വ്യക്തികളെ കാണാം. ആരാ? ഒന്ന് ആദാം, 2 ക്രിസ്തു. ആദാമും ക്രിസ്തു. കണ്ടോ, അതിന്റെ 14-ാം വാക്യത്തിൽ ആദാമെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലേ? അതിന്റെ 12 ഏക മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ആദാമ. ആദാമ. അതിന്റെ താഴെ അതിന്റെ 15-ാം വാക്യത്തിൽ യേശു ക്രിസ്തു എന്ന് കാണുന്നുണ്ടല്ലേ? അപ്പൊ 2 മനുഷ്യരെ കുറിച്ച്, 2 വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആദാമും മറ്റൊന്ന് യേശു ക്രിസ്തുവാണ്. ഇനി 2 പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ആദാമിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാ? ലംഘനം, 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏക മനുഷ്യനാൽ പാപം. പിന്നെ 15-ാം വാക്യത്തിൽ എന്തോ വായിക്കുന്നേ? എന്നാൽ ലംഘനത്തിന്റെ കാര്യം, ഏക മനുഷ്യനാൽ ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. അപ്പൊ ആദാമിനെ കുറിച്ച് പറയുമ്പോൾ 2 പ്രവൃത്തികൾ ഇവിടെ നമുക്ക് കാണാം. ആദാമും ക്രിസ്തുവിന്റെ 2 പ്രവൃത്തികൾ കാണാം. ആദാമിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാ? പാവം, അനുസരണക്കേട്, ലംഘനം. ഇത് 12, 15, 17, 18, 19 വാക്യങ്ങളിൽ ആവർത്തിച്ച് വരിക. ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ നീതീകരണം. അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണത്താൽ. അപ്പൊ അനുസരണവും നീതീകരണവും. ഇനി 2 ഫലങ്ങളാ. ആദാം പാപം ചെയ്തപ്പോ എന്തോ കിട്ടി? ആദാമിലൂടെ പാപം പ്രവേശിച്ചു. 2, 16, 18 വാക്യം വായിക്കുമ്പോൾ ശിക്ഷാവിധി കിട്ടി. 15-ാം വാക്യത്തിൽ മരണം എന്ത് ചെയ്യൂ? മരണം
ഏകന്റെ ലംഘനത്താൽ അനേകരെന്ത് ചെയ്തു? മരിച്ചു. അപ്പൊ രണ്ടുവിധ ഫലമാണ് ഉണ്ടാകുന്നത്. ആദാം പാപം ചെയ്യുന്നതിലൂടെ ശിക്ഷാവിധി നമുക്ക് ലഭിച്ചു, അതോടൊപ്പം തന്നെ മരണം കിട്ടി. യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ നമുക്ക് എന്തോ കിട്ടി? നീതീകരണം കിട്ടി, ജീവൻ കിട്ടി, വാഴ്ച കിട്ടി. നീതീകരണം എന്ന് 18-ാം വാക്യത്തിലും, ജീവൻ എന്ന് 17-ാം വാക്യത്തിലും, വാഴ്ച എന്ന് 21-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ രണ്ടു വ്യക്തികൾ, ആദാമും ക്രിസ്തുവും, രണ്ടുവിധ പ്രവർത്തികൾ. ഒരാൾ ലംഘനം ചെയ്യുന്നു, ഒരാള് ലംഘനം ചെയ്യുന്നു അഥവാ അനുസരണക്കേട് ചെയ്യുന്നു, മറ്റേയാള് അനുസരിക്കുന്നു. രണ്ടുവിധ ഫലങ്ങൾ. ഒരാളുടെ പ്രവൃത്തി നിമിത്തം പാപവും ശിക്ഷയും കോപവും ന്യായവിധിയും മരണവും വരുന്നു. അടുത്ത ആളിന്റെ പ്രവൃത്തി നിമിത്തം അനുസരണം നിമിത്തം നീതീകരണവും ജീവനും വാഴ്ചയും ലഭിക്കുന്നു. ഇനിയും രണ്ട് വാഴ്ചക്കാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. രണ്ട് രാജാക്കന്മാരെ കുറിച്ച്, വാഴുന്നവരെ കുറിച്ച്. പാവം മരണത്താൽ വാഴുന്നു. 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏകന്റെ ലംഘനത്താൽ മരണമായി ഏകൻ നിമിത്തം എന്ത് ചെയ്തു? വാണു. മരണം വാഴുന്നു പാപത്താൽ. എന്നാൽ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തുവാ? പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായിട്ട് എന്ത് ചെയ്യുന്നു? വാഴുന്നു. അപ്പൊ കൃപ നീതീകരണം മൂലം എന്ത് ചെയ്യുന്നു? വാഴുന്നു. ഇനി രണ്ട് വിപരീത ഫലങ്ങൾ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. രണ്ട് വിപരീത അനുഭവങ്ങൾ വായിക്കുന്നുണ്ട്, അല്ലെ ഫലങ്ങൾ വായിക്കുന്നുണ്ട്. ഒന്ന്, ആദാം നിമിത്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, മരണത്തിനടിമകൾ. ആരാ? മനുഷ്യരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും മരണത്തിനടിമകളുമാണ്. എന്നാൽ യേശു ക്രിസ്തു മൂലം നീതീകരിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ ജീവനിൽ വാഴുന്നവരും നീതീകരിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ഞാൻ ആരംഭത്തിലെ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള 5 കൂട്ടം കാര്യങ്ങൾ, വ്യത്യസ്തമായ 5 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ വിവരിക്കാതെ അതും ഹെഡിങ് മാത്രം പറയാം. ഒന്ന്, 2 വ്യക്തികൾ, ആദാമും ക്രിസ്തുവും. 2 പ്രവർത്തികൾ, ലംഘനവും നീതീകരണവും. 2 ഫലങ്ങൾ, പാപത്തിന്റെ ഫലമായി മരണവും ന്യായവിധിയും, നീതീകരണത്തിന്റെ ഫലമായി സമാധാനം അഥവാ ജീവനും വാഴ്ചയും. 2 വാഴ്ചക്കാർ, മരണം വാഴുന്നു, കൃപ രാജാക്കന്മാരെ പോലെ കൃപ ഒരു ദൈവവൈതലിൽ വാഴുന്നു. 2 വിപരീത ഫലങ്ങൾ, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ മരണത്തിന് അടിമകളായി മനുഷ്യർ മാറുമ്പോൾ യേശുക്രിസ്തു മൂലം നീതീകരിക്കപ്പെട്ടവർ ജീവനിൽ എന്ത് ചെയ്യുന്നു? വാഴുന്നു. അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, പാപത്തിന്റെ നീതിയുടെ ഉത്ഭവം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ഏറെക്കുറെ ഒരു ചെറിയ വിവരണമുണ്ട്, ഇല്ലേ? ഇവിടെ ആദാം ക്രിസ്തു തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഒരു എത്രയും പേർ നിർത്താം, ബാക്കി പിന്നീട് നമുക്ക് ഓടിച്ച് അടുത്ത ആഴ്ച ചിന്തിക്കാം. സ്തോത്രം. അപ്പൊ ആദാം ക്രിസ്തു ഒരു താരതമ്യമാണ്. ആദാം വീണുപോയ മനുഷ്യവർഗത്തെ മുഴുവനും പ്രതിനിധാനം ചെയ്യുക, അതിന്റെ തലവനാണ്, അതിന്റെ ശിരസ. ക്രിസ്തു വീണ്ടെടുക്കപ്പെട്ട പുതു മനുഷ്യവർഗത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ശിരസ, ഹെഡ. 2 പേരും മനുഷ്യവർഗത്തിന്റെ ശിരസ. പക്ഷെ ഒന്നാം ആദാമും ഒടുക്കലത്തെ ആദാമും എന്ന ആശയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒന്നാം ആദാം ആരാ? ആദാം. ഒടുക്കലത്തെ ആദാം ആരാ? യേശു. 2 പേരും മനുഷ്യവർഗത്തിന്റെ തലയാ. പക്ഷെ ഒരുത്തൻ നാശം കൊണ്ടുവന്നപ്പോൾ അടുത്ത ആളിലൂടെ എന്തോ കൊണ്ടുവന്നു? നീതീകരണം, രക്ഷയും കൊണ്ടുവന്നു എന്ന് പൗലോസ്ലീഹ ഇവിടെ താരതമ്യം ചെയ്യുക. 1-2 വാക്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട്, എനിക്കറിയാം സമയം ആകുന്നത് കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു നോക്കാം. അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞ മേളിൽ നീതീകരണം ലഭിച്ചത് കൊണ്ട്
ഏക മനുഷ്യനാൽ പാപവും മരണവും ഒക്കെ എന്ത് ചെയ്തു? മനുഷ്യരിൽ കടന്നു. അപ്പൊ ആദാമാണ് സകല മനുഷ്യന്റെയും തലയായവൻ. ആദാമിലൂടെ സകല മനുഷ്യരും എന്ത് ചെയ്യുക? ഇവിടെ സന്നിഹിതരാകുക. നമുക്കറിയാം, ഈ 12-13 വാക്യങ്ങളിൽ 4 കാര്യങ്ങളായി എഴുതിയേക്കുന്നത്. ഒന്ന്, പാപം ഏകനാൽ ലോകത്തിൽ കടന്നു. അപ്പോ പാപം സാത്താനാണ് ആദാമിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാത്താൻ ഇവിടെ ഏജന്റായി പ്രവർത്തിക്കുക. വേല ചെയ്യാനും കാക്കാനും ഏതനിലാക്കിയ ആദാമിന്റെ ഹവ്വായുടെ അടുക്കൽ ചെന്ന് പാപം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏജന്റാക്കി തന്റെ സാധനം വിൽക്കാൻ ചെന്നവനാണ് ആര്? സാത്താൻ. പാപം എന്താണ് എന്ന് നമ്മള് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പാപത്തിൽ വീഴുന്നത് ദൈവം കൊടുത്ത ഫ്രീ വില്ല്. ഞാൻ അതിനെ പറയാറുള്ളത്, ഫലത്തേക്കാൾ ഉപരി മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്. അവന് ഫ്രീ വില്ല് കൊടുത്തു. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നടുക്ക് നിൽക്കുന്ന വൃക്ഷഫലം എന്ത് ചെയ്യരുത്? നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷഫലം തിന്നരുത്, ബാക്കിയുള്ളതെല്ലാം തിന്നാം. അപ്പൊ ആദാവും ഹവ്വായും, ഞാൻ ഇടയ്ക്ക് പറഞ്ഞോന്നാ എന്റെ ചിന്ത, പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. ആദാവും ഹവ്വായുടെ അടുക്കൽ സാത്താൻ ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകണമോ? ആകണം. എടാ ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാത്തിന്റെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടോ? ഇല്ല. ദൈവം തിന്നുന്നത് പോകുന്നത് പോലെല്ലാം നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അതിന്റെ കാരണം എന്നാ? അത് ഹവ്വ ഇച്ചിരി കൂട്ടി പറഞ്ഞു. ദൈവം പറഞ്ഞിട്ടുണ്ട് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തൊടുകരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ, ദൈവത്തെ പോലെ ആകണമെങ്കിൽ ദൈവം തീരുമാനമെടുക്കുന്ന പോലെ നിങ്ങളും തീരുമാനമെടുക്കണം. നിങ്ങളിപ്പോ ദൈവം പറയുന്നതിനനുസരിച്ചാണ് തുള്ളുന്നത്. നിങ്ങൾക്ക് എന്തിനാ ഫ്രീ വില്ല് തന്നേക്കുന്നേ? നിങ്ങൾ ഫ്രീ വില്ല് ശരിക്കും ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ നന്മ നിങ്ങൾ തിരഞ്ഞെടുക്കണം, നിങ്ങളുടെ തിന്മ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പൊ നിങ്ങൾ ആരെ പോലാവും? ദൈവത്തെ പോലാവും. ഇപ്പൊ ദൈവത്തിന്റെ തേജസ് നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ദൈവത്തിന്റെ ചായ നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. പിന്നെ ദൈവവും നിങ്ങളും തമ്മിലുള്ള ഏക വ്യത്യാസം എന്തുവാ? അത് ഈ ഇവിടെ ഞങ്ങൾ കാക്കണം, വേല ചെയ്യണം, പിന്നെ ആ നടുക്ക് നിൽക്കുന്നത് തിന്നരുതെന്നേ ഉള്ളൂ. എല്ലാ ഫ്രീഡം ഉണ്ട്, പക്ഷെ ഒരു ഫ്രീഡം തന്നിട്ടില്ല. അപ്പൊ അത് സാത്താൻ പറഞ്ഞു, നിങ്ങൾ ഫുൾ ഫ്രീഡം നേടണം. അപ്പൊ ഈ ഫ്രീ വില്ല് ഉപയോഗിച്ച് ഫുൾ ഫ്രീഡം നേടുന്നതിന് ഒരർത്ഥത്തില് അവിടെ പാപമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം ഇഷ്ടം എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ആദാം ചെയ്തതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുക. എന്താ? ഇത്രയും നാളും എൻ്റെ ഇഷ്ടം അനുസരിച്ച് തോന്നിയതുപോലെ ഞാൻ ജീവിച്ചു. പക്ഷെ ഇന്നു മുതൽ യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ്. അവിടുന്ന് പറയുന്നതിന്റെ മാത്രമേ ഞാൻ നീങ്ങുള്ളൂ. അവിടുന്ന് എന്ത് തിന്മ പറയുന്നു അതെനിക്ക് തിന്മയാണ്, അവിടുന്ന് എന്ത് നന്മ പറയുന്നു എനിക്കത് നന്മയാണ്. അപ്പൊ ഒന്നാമത് അത് ഏകനാൽ എന്തോ വന്നു? പാപം വന്നു. ഏക മനുഷ്യനാൽ പാപം ലോകത്തിലെല്ലാവരിലും പകർന്നു. അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ലേവി കടിപ്രദേശത്തുള്ളതുപോലെ ആദാം പാപം ചെയ്തപ്പോൾ ആദാമിലൂടെ എല്ലാവരിലും എന്ത് ചെയ്തു? പാപം പകർന്നു. ഇവിടെ പരിണാമമല്ല, എവല്യൂഷൻ അല്ല, ഡെവല്യൂഷനാ. പരിണാമമല്ല, സംക്രമണമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ പാപം ചെയ്തപ്പോൾ സകലിലും അത് എന്ത് ചെയ്തിരിക്കുക? പകർന്നിരിക്കുക. രണ്ടാമത് അവിടെ പറയുന്നത് ഡെത്ത് എൻറ്റേർഡ് ദിസ് വേൾഡ് ത്രൂ സിൻ. പാപത്താൽ മരണം ഈ ലോകത്തിൽ എന്ത് ചെയ്തു? കടന്നു. പാപത്താൽ മരണം ഈ ലോകത്തിൽ കടന്നു. പാപത്താൽ മരണം ഈ ലോകത്തിൽ കടന്നു. ഒരു രാജാവിനെ പോലെ മരണം വാണു. മരണം എന്ത് ചെയ്യാൻ തുടങ്ങി? വാഴാൻ തുടങ്ങി. രണ്ടാമത് പറയുന്നത് മരണം ഈ ലോകത്തിൽ കടന്നു പാപനിമിത്തം. മൂന്നാമത് പറയുന്ന മരണം എല്ലാവരിലും എന്ത് ചെയ്തു? പരന്നു. നാലാമത് 14-ാം വാക്യത്തിൽ ആ മരണം മോശ വരെ എന്ത് ചെയ്തു? വാണു. ഇത്രയും കാര്യങ്ങളാണ് 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. അതിന്റെ വിശദീകരണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഞാനിവിടെ നിർത്തുന്നു. വരുന്ന ആഴ്ച നമുക്ക് ഓടിച്ചതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും 6-ാം അധ്യായവും തീർക്കാൻ ഉത്സാഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഇന്ന് രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ദൈവത്തിൽ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നീതീകരണത്താൽ നമുക്ക് ലഭിച്ച മഹാഭാഗ്യം അനുഭവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.